സമയം സായാഹ്നത്തോടടുക്കുന്നു. വീടിന്റെ ഇറയത്തും മുറ്റത്തും ആളൊഴിഞ്ഞ സമയം. അതാ ആ ജാലക വിടവിലൂടെ അവൻ അകത്തേക്ക് നോക്കി. ഉമ്മാച്ചുമ്മ അകത്ത മുറിയിൽ അസർ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരും കാണാതെ അവൻ ആ മുറിയിലേക്ക് കടന്നു. യാതൊരു ശബ്ദവും കേൾക്കാതെ അവൻ ആ മേശയുടെ വലിപ്പ് തുറക്കുകയും അതിൽ നിന്നും കയ്യിൽ കിട്ടിയ നാണയത്തുട്ടുകൾ അവൻ വാരിയെടുത്തു. പണമെടുത്തു തിരിഞ്ഞതും അവൻ കൈയോടെ പിടിക്കപ്പെട്ടതും ഒരേ നിമിഷത്തിലായിരുന്നു. നിസ്കാരത്തടമ്പുള്ള അയാളുടെ നെറ്റി ചുവഞ്ഞു. തലയിലെ വെള്ള നൈലോൺ കെട്ടിളകി. കൂട്ടുപിരികം വിറപൂണ്ടു. അയാൾ ഒന്നും പറയുന്നതിന് മുമ്പേ അവൻ ആ മനുഷ്യന്റെ കാലുകളിലേക്ക് തളർന്നു വീണു. മാപ്പാക്കണം. ചെയ്തത് തെറ്റാണെന്നറിയാം. പക്ഷേ ആ തെരുവിൽ പട്ടിണിയിരുന്ന് പാടി ഭിക്ഷയാചിക്കുന്ന ആ പാട്ടുകുടുംബത്തിന് ഒരു നേരത്തെ ആഹാരമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനാ. എന്നോട് ക്ഷമിക്കണം. ഉപ്പച്ചി അറിഞ്ഞാൽ അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാ. മാപ്പാക്കണം. അവൻ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് അയാൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാരിപ്പുണർന്നു. സാറല്ല എന്റെ കുട്ടിയെ, പട്ടിണി പാപങ്ങൾക്ക് അന്നം കൊടുക്കാൻ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്റെ മകൻ ചെയ്തു. നീയാണ് എന്റെ മകൻ. അയാൾ തന്റെ അരപ്പട്ടയുടെ പച്ചച്ച കീശയിൽ നിന്നും ഒരു 100 രൂപ എടുത്തു കൊടുത്തു പറഞ്ഞു, പോയി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് വാ. തെരുവിലിരുന്ന് പാടിയിരക്കുന്ന ആ പാട്ടുകാർക്ക് വിശപ്പടക്കാൻ സ്വന്തം പിതാവിന്റെ മുറിയിൽ കയറി പണം മോഷ്ടിച്ച കേവലം 9 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞാണ് പിൽക്കാലത്ത് പാട്ടുകാരുടെ കൂട്ടുകാരൻ എന്ന പേരിൽ ലോകമറിഞ്ഞ ഖത്തറിന്റെ മീനാരമായി ഉയർന്ന ഹമീദ് ഡാവിഡ. ഖത്തറിന്റെ അത്തറായ ഡാവിഡ. ഖത്തറിന്റെ അത്തറായ ഡാവിഡ. പാട്ടുകാരുടെ കൂട്ടുകാരൻ ഡാവിഡ. എല്ലാവർക്കും പ്രിയങ്കരൻ ഡാവിഡ. പാട്ടുകാരുടെ കൂട്ടുകാരൻ ഡാവിഡ. എല്ലാവർക്കും പ്രിയങ്കരൻ ഡാവിഡ. സഹൃദയ സമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഡാവിഡ ഫ്രം മുടവന്തേരി. അതാ അങ്ങോട്ട് നോക്കൂ. സസ്യശ്യാമള കോമളമായ ഒരു ഗ്രാമം. വ്രതശുദ്ധിയുടെ വായ്ത്താരികൾ മാറ്റുകൊള്ളുന്ന ഗ്രാമം. ജാതേരിപ്പുഴയും തൂണേരിപ്പുഴയും എല്ലാം തഴുകിയുറക്കുന്ന ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പേരാണ് മുടവന്തേരി. കാറ്റിലാടും കേരമരങ്ങൾ മൊഞ്ചത്തികളായി നിറയുന്നു. കാറ്റിലാടും കേരമരങ്ങൾ മൊഞ്ചത്തികളായി നിറയുന്നു. വളയിട്ട തളയിട്ട മണവാട്ടി പെണ്ണായി മുടവന്തേരി അണിചേരുന്നു. തൂണേരിപ്പുഴ തഴുകിയൊഴുകുമ ഗ്രാമം സുന്ദരം. കലയുടെ നൂപുരം കുലുങ്ങിയ പാറക്കട വങ്ങാടിയിൽ ആ കാണുന്ന ജുമാ മസ്ജിദിനപ്പുറം ഒരു വിളിപ്പാട് അകലെയായി അതാ ആ കാണുന്ന ചെങ്കൽപ്പാടുകൾ കൊണ്ട് മെനഞ്ഞ പുരാതനമായൊരു മുസ്ലിം കുടുംബം. മലേഷ്യയിലും സിംഗപ്പൂരുമെല്ലാം ബിസിനസ് നടത്തുന്ന പാറക്കടവ് കുഞ്ഞമ്മദ് ഹാജിയുടെയും ഉമ്മാച്ചുമ്മയുടെയും ഭവനമാ അത്. സുബ്ഹ് നമസ്കാരം മുതൽ ഇഷാ നമസ്കാരം വരെ 5 നേരവും മുടങ്ങാതെ നമസ്കരിക്കുന്ന ആ മാതാപിതാക്കൾക്ക് സുന്ദരികളും സുന്ദരന്മാരുമായ 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമടക്കം 7 മക്കൾ. അവരിൽ മൂത്ത മകനാണ് ഹമീദ്. കാണാൻ കൊതിച്ചുണ്ടായ ആദ്യത്തെ കൺമണിയായതുകൊണ്ടാവാം വീട്ടുകാർക്കും നാട്ടുകാർക്കും അവൻ പ്രിയങ്കരനായിരുന്നു. മകനെ തൊട്ടിലാട്ടി ഉറക്കുമ്പോൾ ഉമ്മ പാടാറുള്ള ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ പ്രണയഗാനങ്ങൾ കേട്ടുറങ്ങിയതുകൊണ്ടാവാം ചെറുപ്പം മുതൽ പാട്ടുകളോടായിരുന്നു ഹമീദിന്റെ പ്രണയം. തൊട്ടിലാട്ടി ഉമ്മ പാടുന്ന പാട്ടുകൾ കേൾക്കാൻ എന്ത് രസമായിരുന്നു എന്നോ. ദാ ഇങ്ങനെയായിരുന്നു ആ പാട്ട്. പൂമകളാണേ ഹുസ്നുൽ ജമാൽ പുന്നാരത്താളം നീകന്തേ ബീവി. ഹേമങ്ങൾ മെത്തെ പണി ചീത്തീരം ആഭരണ കോവ അണിന്ത ബീവി. പൂമകളാണേ ഹുസ്നുൽ ജമാൽ പുന്നാരത്താളം നീകന്തേ ബീവി. ഹേമങ്ങൾ മെത്തെ പാണി ചീത്തീരം ആഭരണ കോവ അണിന്ത ബീവി. ഒരിക്കൽ ഉമ്മാച്ചുമ്മ ഭർത്താവ് കുഞ്ഞമ്മദ് ഹാജിയോട് പറഞ്ഞു, ഇതോക്കി
നിങ്ങൾ കേക്കുണ്ടോ മനസ്സാ? അത് ശരി, ഇജൊന്നും ഉണ്ടാണ്ടേ ഞമ്മളിത് എത്താ കേക്കാൻ്റെ പൊന്നാര പടപ്പേ. നിങ്ങൾ കേക്കീന്ന് ഞമ്മൾ പറയാം. ഞമ്മളെ മോൻ ഹമീദിന്. ആ ഹമീദിന് ഓനെന്ത് പറ്റി? ഓനക്ക് പാട്ട് പെരുത്ത കമ്പാ. ഓൻ സ്കൂളിലും മദ്രസയിലും നന്നായി പഠിച്ചിനുണ്ട്. ആയിക്കോട്ടെ, ഇജ് കാര്യം പറന്റെ പൊന്നാര ബീഡരെ. ഓനെ ഞമ്മക്ക് വലിയൊരാളാക്കണം. അതിനിപ്പോ എന്താ, ഓനക്കിഷ്ടാണെങ്കി ഞമ്മക്കും ഇഷ്ടാ. ഉമ്മയുടെ വാക്കുകൾ കല്ലിൽ കൊത്തിയ കവിത പോലെ മായാതെ നിന്നു. അങ്ങനെയാണ് കാലം കഴിയവേ ഹമീദ് എന്ന ഒരു വലിയ മനുഷ്യൻ മുടവന്തേരിയിൽ ഉദയം ചെയ്തത്. വെളുത്തു തുടുത്തു സുന്ദരനായ ഹമീദ് അങ്ങനെ എല്ലാവർക്കും കണ്ണിലുണ്ണിയായി. കുട്ടികൾക്കൊക്കെയും കുഞ്ഞാക്ക, കൂട്ടുകാർക്കൊക്കെയും വിച്ചാക്ക. കുട്ടികൾക്കൊക്കെയും കുഞ്ഞാക്ക, കൂട്ടുകാർക്കൊക്കെയും വിച്ചാക്ക. പാട്ടുകാർക്കെല്ലാവർക്കും ഹമീദ് കാ, അറേബികൾക്കോടാവിടാ. പാട്ടും പഠനവും ഹമീദിനെന്നും പ്രിയങ്കരമായിരുന്നു. അന്നൊരു ജുമാ കഴിഞ്ഞ വെള്ളിയാഴ്ച മുടവന്തേരി അങ്ങാടിക്കരികിലെ നിസ്കാരപ്പള്ളിയുടെ അരികിലെ റോഡിൽ വിരിച്ചിട്ട ഒരു പഴയ തുണിക്കപ്പുറം ഇരുന്നു കൊണ്ട് ഒരു കുടുംബം വിശപ്പടക്കാൻ പാട്ടുപാടി ഭിക്ഷയാചിക്കുകയാണ്. ഹാർമോണിയത്തിന്റെ കഷ്ടകളിൽ വിരലോടിച്ചുകൊണ്ടിരിക്കുന്ന അന്ധനായ പിതാവിന്റെ അരികിലിരുന്നു കൊണ്ട് ഒരു സാധു സ്ത്രീ ഉറക്കെ പാടുന്നു. ഒപ്പം വയറിനടിച്ചുകൊണ്ട് എല്ലും തോലും മാത്രമായ രണ്ട് കുഞ്ഞുങ്ങളും പാടുന്നു. കോരോങ്കിന കാലോങ്കി दुनिया के दिल वालों की, कोरोंगी न कालोंगी दुनिया के दिल वालों की. हंस के लिए हंस के मरे हम जैसे दिल वालों की. ओ कोरोंगी न कालोंगी दुनिया के दिल वालों की. അവരുടെ മുമ്പിൽ വിരിച്ചിട്ടിരിക്കുന്ന ആ പഴംതുണിയിൽ 2-3 നാണയത്തുട്ടുകൾ മാത്രം. ആ നാണയത്തുട്ടുകളെ നോക്കി ആ പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ്ടും പാടി. ഗോരോങ്കി ന കാലോങ്കി ദുനിയാ കെ ദിൽ വാലോം കി. ഗോരോങ്കി ന കാലോങ്കി ദുനിയാ കെ ദിൽ വാലോം കി. ആ കാഴ്ച കണ്ടു നിന്ന ഹമീദിന്റെ കണ്ണു നിറഞ്ഞു. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കണം ഹമീദ് തീരുമാനിച്ചു. പക്ഷേ പണം എവിടെ? ബിസിനസ്സുകാരനായ ബാപ്പയുടെ മേശവലിപ്പിൽ നിന്നും ആരുമറിയാതെ കുറച്ച് പണമെടുക്കുക. ഈ രംഗമാണ് കഥാരംഭത്തിൽ നാം കണ്ടത്. പിന്നീട് തൊട്ടപ്പുറത്തെ പാറക്കടവിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് തന്റെ ബുൾബുളുമായി വീട്ടിൽ വരാറുള്ള ബുൾബുൾ മാഷും മരക്കാർ കാക്കയും അയാളുടെ മക്കളുമെല്ലാം വീട്ടിലെ പാട്ടുകാരായി. അയൽക്കാരെയും വീട്ടുകാരെയും കൊണ്ട് മുറ്റം നിറയുമ്പോൾ മരക്കാർ കാക്കയുടെ കുട്ടികൾ നന്നായി പാടും. ബുൾബുൾ മാഷ് അവരുടെ പാട്ടിന് ബുൾബുളുമായി അകമ്പടി സേവിക്കും. തസ്ബീഹുമായി സുബ്ഹിക്കു മുൻപേ ഉണരും ശുക്രോതി കൽബും കുളിരും മന്നാനേ. തസ്ബീഹുമായി സുബ്ഹിക്കു മുൻപേ ഉണരും ശുക്രോതി കൽബും കുളിരും മന്നാനേ. ഇരുലോകമത് കാണാൻ മെഹബൂബ് പാടി ഞാൻ. അഹദോനേ സുബ്ഹാനേ എന്റെ മുറാദിദാ. അഹദോനേ സുബ്ഹാനേ എന്റെ മുറാദിദാ. പാട്ടുകളെല്ലാം പിന്നീട് ഹമീദിന്റെ മനസ്സിൽ കൊരുത്തിട്ട പൂമാലകളായി. പാട്ടിനെ പ്രണയിച്ചുകൊണ്ട് ഹമീദ് വളർന്നു. എന്താണെന്നറിയില്ല, അപ്രതീക്ഷിതമായ വിജയങ്ങളെല്ലാം ഹമീദിന്റെ മേൽ വന്നു പതിക്കുക 16 എന്ന അക്കത്തിലാണ്. മലേഷ്യയിലായിരുന്ന കാലത്ത് ബാപ്പയുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ നമ്പറും 1616 എന്നായിരുന്നത് കൊണ്ടാവാം 1616 ഹമീദിന്റെയും ഇഷ്ട അക്കങ്ങളായി മാറിയത്. ബാപ്പയുടെ എല്ലാ ഉയർച്ചയുടെയും പിന്നിൽ ആ നമ്പർ ഉണ്ടായിരുന്നു, 1616. അന്ന് ഒരു ഓഗസ്റ്റ് 16-ാം തീയതിയായിരുന്നു. താൻ എന്നും ആഗ്രഹിച്ചിരുന്ന ആരാധിച്ചിരുന്ന മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ ജനാബ് എരഞ്ഞോളി മൂസ സാഹിബിനെ അപ്രതീക്ഷിതമായി കാണാനിടയായി. പിന്നീട് ആ ബന്ധം കൂടുതൽ അടുക്കുകയും അത് കൂടുതൽ ദൃഢമാവുകയും ചെയ്തു. അത് ഹമീദിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു വഴിത്തിരിവായി. സംഗീത ലോകത്തേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയത് ആ കൂടിച്ചേരലായിരുന്നു, ആ 16 ആയിരുന്നു. അങ്ങനെയാണ്
16 അടക്കാനാവാത്ത പ്രണയമായ അദമ്യമായ അഭിനിവേശമായി. 16 പ്രണയിച്ചൊര പ്രിയ സ്നേഹിതൻ ഒരുവൻ, മുടവന്തേരി കണി കണ്ടൊരാ വ്യത്യസ്തനാമൊരുവൻ. 16 പ്രണയിച്ചൊര പ്രിയ സ്നേഹിതൻ ഒരുവൻ, മുടവന്തേരി കണി കണ്ടൊരാ വ്യത്യസ്തനാമൊരുവൻ. ദിവസങ്ങൾ കടന്നുപോയി. അന്നൊരു ഒക്ടോബർ 16 ഖത്തറിലുള്ള പിതൃ സഹോദരൻ മുഖാന്തരം അവിടെ ഒരു ജോലി ശരിയായിരിക്കുന്നു. നാളുകൾ കാത്തിരുന്ന പ്രാർത്ഥനയുടെ ഫലം. മൂത്താപ്പയുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാം ശരിയാക്കി. ആദ്യമായി വിമാനത്തിൽ കയറുന്നു, ആദ്യമായിട്ടൊരു അറബി നാട്ടിലെത്തുന്നു, ആദ്യമായി മണൽക്കാടുകൾ കാണുന്നു. എല്ലാം അപരിചിതം. മൂത്താപ്പയുടെ കൂടെ ചെറുതെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിച്ചു. മൂത്താപ്പ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകം പറഞ്ഞു, മാനു, പുതിയ ജോലിയാണ്, ആത്മാർത്ഥത വേണം, വിശ്വസ്തനുമായിരിക്കണം. ആ വാക്കുകൾ ഹമീദ് മനസ്സിൽ കുറിച്ചുവെച്ചു. കാലം വർഷങ്ങളെ മുമ്പോട്ട് തെളിയിച്ചു. അവിടുത്തെ ആളുകൾക്കെല്ലാം ഹമീദിനെ ഇഷ്ടമായി. അറബികൾക്കും അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അയാളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും വിശ്വസ്തതയും കൊണ്ട് ആ മനുഷ്യനെ ഖത്തറിലെ ഇസ്ലാമിക് ബാങ്കിലേക്ക് ഭരണാധികാരികൾ പറിച്ചു നട്ടു. അതും ജീവിതത്തിന്റെ വേറിട്ടൊരു വഴിത്തിരിവായി. ഹമീദിന്റെ തികഞ്ഞ ആത്മാർത്ഥതയും വിശ്വസ്തതയും സത്യസന്ധതയും കണ്ട് ഖത്തറിലെ ആളുകൾ വിളിച്ചു, ഡാവിഡ, ഡാവിഡ ഫ്രം മുടവന്തേരി. അഭ്യുന്നതിയുടെ പടവുകൾ താണ്ടി ആകാശത്തോളം ഉയർന്നു, ആകാശത്തോളം. അഭ്യുന്നതിയുടെ പടവുകൾ താണ്ടി ആകാശത്തോളം ഉയർന്നു, ആകാശത്തോളം. എല്ലാവർക്കും സ്നേഹിതനായി, എല്ലാവർക്കും നല്ലവനായി, എല്ലാവർക്കും സ്നേഹിതനായി, എല്ലാവർക്കും നല്ലവനായി. ഇതിനിടയിൽ എത്രയോ രാജ്യങ്ങൾ സന്ദർശിച്ചു. കലാകായിക സിനിമാ രംഗങ്ങളിലെ എത്രയോ ഉന്നതന്മാരുമായി അടുത്തിടപെട്ടു. അപ്പോഴെല്ലാം ആ വലിയ മനസ്സിന്റെ ഉടമ കൂടുതൽ കൂടുതൽ എളിയവനാവുകയായിരുന്നു. കരയുന്നവനെ കണ്ടാൽ കണ്ണടക്കരുതെന്ന് പഠിപ്പിച്ച ബാപ്പയും അന്നമില്ലാത്തവന്റെ മുമ്പിൽ അന്നമാവണമെന്ന് പഠിപ്പിച്ച ഉമ്മയും സഹോദരങ്ങളുമെല്ലാം ഡാവിഡയുടെ ദൗർബല്യമായിരുന്നു. സ്നേഹനിധിയായ ഭാര്യ, സംഗീത പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന 2 പെൺകുട്ടികൾ, ഇവരെല്ലാമായിരുന്നു അദ്ദേഹത്തെ വിജയത്തിന്റെ ഉന്നത സോപാനത്തിലേക്ക് എത്തിച്ച ചാലക ശക്തി. സഹോദരങ്ങളും കുഞ്ഞുങ്ങളും പേരക്കുട്ടികളും അടങ്ങുന്ന സംഗീത ലോകമാണ് മുക്രിച്ചീൻ്റെ അവിടെ എന്ന പ്രശസ്തമായ അതിപുരാതനമായ ആ കുടുംബം. നാളുകൾ വീണ്ടും കൊഴിഞ്ഞുപോയി. ഇന്ന് ഡാവിഡയ്ക്കൊന്നിനും ഒരു കുറവുമില്ല. ഡാവിഡ എന്ന വൻ വടവൃക്ഷത്തിന്റെ തണലിൽ ആയിരങ്ങൾ ഇളവേൽക്കുന്നു. അപ്പോഴും ആ ബോധിവൃക്ഷം നിർബാധം വളർന്നുകൊണ്ടേയിരിക്കുന്നു. മതിലുകൾ കെട്ടിയുയർത്തിയ ആ മണിമാളികയുടെ ഇന്റർലോക്ക് മുറ്റത്ത് 16 നമ്പറിലുള്ള വാഹനങ്ങൾ നിറഞ്ഞു. ചുരുക്കത്തിൽ ഖത്തറിലെ ഒരു കൊച്ചു സുൽത്താനാണ് ഇന്ന് അദ്ദേഹം. അപ്പോഴും അദ്ദേഹം അഹങ്കരിച്ചില്ല, അസൂയപ്പെട്ടില്ല, ഒന്നിനോടും ആക്രാന്തം കാണിച്ചില്ല. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണെന്ന് വിശ്വസിച്ച് അള്ളാഹുവിന് നന്ദി പറയുന്നു. ആ സമയത്തും ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചു. സങ്കടങ്ങളിൽ സന്തോഷത്തിന്റെ വെള്ളരിപ്രാവായി. സഹായം അഭ്യർത്ഥിക്കുന്നവർക്കെല്ലാം സഹായമായി. അതാണ് ഡാവിഡ. അന്നൊരിക്കൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അയാൾ ആ വാർത്തയറിഞ്ഞത്. നൊന്ത് പ്രസവിച്ച ഉമ്മ അള്ളാഹുവിന്റെ കൂടാരം തേടി യാത്രയായിരിക്കുന്നു. അണ്ടകടാഹങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. സിരകളിൽ 1000 വെള്ളരികൾ ഒന്നിച്ചു പൊട്ടി, കാതുകളിൽ കൊടുങ്കാറ്റൂതി, കണ്ണുകളിൽ ഇരുട്ടിന്റെ ചെതുമ്പലുകൾ കൂടുകൂട്ടി. മൂത്താപ്പയുടെ കൂടെ ആരൊക്കെയോ തന്നെ താങ്ങിപ്പിടിച്ച് വിമാനത്തിൽ കയറ്റി നാട്ടിലെത്തുമ്പോൾ ദജ്ജകം പൊട്ടുകയായിരുന്നു. എന്തിനാണുമ്മ എന്നെ വിട്ടകലേക്ക് ഏകയായി നീ പറന്നകന്നു? എന്തിനാണുമ്മ എന്നെ വിട്ടകലേക്ക് ഏകയായി നീ പറന്നകന്നു? നന്മകൾ ചൊല്ലി തന്നൊരാ നാവിനി വിളിക്കുമോ എന്നെ?
മകനേ, നന്മകൾ ചൊല്ലി തന്നൊരാ നാവിനി വിളിക്കുമോ എന്നെ മകനേ. പാതിബോധത്തിൽ വീടിന്റെ ഒതുക്കുകൾ കയറി ചെല്ലുമ്പോൾ തഹലീല് ചൊല്ലി തുടങ്ങിയിരുന്നു. നന്മകൾ ഓതിത്തന്ന ഉമ്മച്ചിയുടെ മയ്യത്ത് മഞ്ചയുമായി ആളുകൾ നടയിറങ്ങുമ്പോൾ പ്രകൃതി പോലും പ്രകമ്പനം കൊള്ളും വിധം അയാൾ പൊട്ടിക്കരഞ്ഞു, ഉമ്മ. ഇന്ന് ഈ മകൻ നേടിയ സൗഭാഗ്യങ്ങളെല്ലാം എന്റെ ഉമ്മച്ചിയുടെ അനുഗ്രഹമായിരുന്നു, ഉമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും ഈ മകന് കഴിഞ്ഞില്ലല്ലോ ഉമ്മ. എന്തിനാണുമ്മ എന്നെ വിട്ടകലേക്ക് ഏകയായി നീ പറന്നകന്നു? എന്തിനാണുമ്മ എന്നെ വിട്ടകലേക്ക് ഏകയായി നീ പറന്നകന്നു? നന്മകൾ ചൊല്ലി തന്നൊരാ നാവിനി വിളിക്കുമോ വീണ്ടും മകനേ? നന്മകൾ ചൊല്ലി തന്നൊരാ നാവിനി വിളിക്കുമോ വീണ്ടും മകനേ? നാളുകൾക്ക് ശേഷം ഒരിക്കൽ ഉമ്മയുടെ ഖബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു, ഖബർസ്ഥാനിൽ ഉമ്മച്ചി ഉറങ്ങുന്ന ഖബറിടത്തിന്റെ തലയ്ക്കൽ കുഴിച്ചിട്ട മീസാൻ കല്ലിനരികിൽ ആരോ നട്ടുവെച്ച മൈലാഞ്ചിച്ചെടി തഴച്ചു വളർന്നു പൂവിട്ടിരിക്കുന്നു. ആ പൂക്കളിൽ ചിരിക്കുന്ന ഉമ്മയുടെ മുഖവും സ്വരവും ഡാവിഡ കേട്ടു. മകനെ, സാധുക്കൾക്ക് സഹായമാകണം നീ, സങ്കടങ്ങളുടെ മുന്നിൽ സാന്ത്വനമാകണം നീ, കരയുന്നവരുടെ കണ്ണീരൊപ്പണം നീ, പാട്ടുകാർക്കെന്നും കൂട്ടുകാരനാകണം നീ. അതിനുവേണ്ടിയാണ് സർവശക്തനായ ദൈവം നിന്നെ വാനോളം ഉയർത്തിയിരിക്കുന്നത്. നിദ്രയിൽ നിന്നുണർന്ന പോലെ ആ മകൻ അമ്മയ്ക്ക് പ്രത്യുത്തരമായി, ഉമ്മച്ചി പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിരിക്കും, ഒപ്പം എന്റെ സഹോദരങ്ങളെയും ഞാൻ പൊന്നുപോലെ നോക്കും. അദ്ദേഹം ഉമ്മച്ചിക്ക് നൽകിയ വാക്കുകൾ അണുവിട ചലിക്കാതെ അന്വർത്ഥമാക്കിക്കൊണ്ട് കാലം വീണ്ടും കറങ്ങി നീങ്ങി. പ്രിയമുള്ളവരെ, ആ മഹാവടവൃക്ഷത്തിന്റെ ശാഖികളിൽ നമുക്കും ചേക്കേറാം. ആ ബോധിവൃക്ഷത്തണലിൽ നമുക്കും ഇളവേൽക്കാം. ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.